വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് 8-ാം അധ്യായം യേശുവിന്റെ അത്ഭുതങ്ങളും ശിഷ്യന്മാരോടുള്ള ഉപദേശങ്ങളും നിറഞ്ഞതാണ്. യേശു 7 അപ്പവും കുറച്ചു മത്സ്യവും കൊണ്ട് 4000 പേർക്ക് ഭക്ഷണം കൊടുത്തു. പരീശന്മാർ അടയാളം ചോദിച്ചു. യേശു നിരസിച്ചു. ശിഷ്യന്മാർ അപ്പം മറന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു. യേശു അവരെ പരീശന്മാരുടെയും ഹെരോദിന്റെയും പുളിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ബെത്സദയിൽ ഒരു കുരുടനെ സുഖപ്പെടുത്തി. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് പത്രോസ് മറുപടി നൽകി, നീ ക്രിസ്തുവാണ്. യേശു തന്റെ കഷ്ടപ്പാടും മരണവും ഉയർപ്പും പ്രവചിച്ചു. പത്രോസ് തടഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സാത്താനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? 8-ാം അധ്യായം 36-37 തിരുവചനങ്ങൾ. വിശുദ്ധ മാർക്കോസ് 9-ാം അധ്യായത്തിൽ യേശുവിന്റെ രൂപാന്തരീകരണം, ദുഷ്ടാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു തുടങ്ങിയ സംഭവങ്ങൾ വിവരിക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ യേശുവിനെ മഹത്വത്തിൽ കണ്ടു. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഒരു ബാലൻ ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ടിരുന്നു. ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. യേശു ബാലനെ സുഖപ്പെടുത്തി. യേശു വീണ്ടും തന്റെ കഷ്ടപ്പാടും മരണവും ഉയർപ്പും പ്രവചിച്ചു. ശിഷ്യന്മാർ ആരാണ് വലിയവനെന്ന് തർക്കിച്ചു. യേശു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവരെ തടയരുതെന്ന് ശിഷ്യരെ ഉപദേശിച്ചു. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ആത്മീയ ശുദ്ധി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.